വാർത്തകളിലേക്ക് വിശദമായി. വെടിക്കെട്ടും ആനകളുടെ എഴുന്നള്ളിപ്പും കുടമാറ്റവുമില്ലാതെ തൃശൂർ പൂരം ചടങ്ങ് മാത്രമായി നടത്താൻ ദേവസ്വങ്ങളുടെ തീരുമാനം. വെടിക്കെട്ടുമായി ബന്ധപ്പെട്ട് ജില്ലാ കളക്ടറുടെ നിയന്ത്രണങ്ങൾക്ക് പിന്നാലെ ആന എഴുന്നള്ളിപ്പിനും നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയതിനെ തുടർന്നാണ് പൂരം ചടങ്ങ് മാത്രമായി ചുരുക്കുവാനുള്ള തീരുമാനത്തിലെത്തിയത്. പൂരം അട്ടിമറിച്ചതിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്നാരോപിച്ച് ഇന്ന് രാവിലെ മുതൽ തെക്കേ ഗോപുരനടയിൽ ഉപവാസ സമരം സംഘടിപ്പിക്കും. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പൂരത്തിൻ്റെ ആഘോഷം ആരംഭിക്കുന്നത് ഇവർ എഴുന്നള്ളിക്കുവാൻ പാടില്ലെന്ന് പറഞ്ഞ സമയങ്ങളിലാണ്. സർക്കാരിൻ്റെ ഇടപെടലുകൾ ഉണ്ടായിട്ടില്ലെങ്കിൽ ഇപ്പോൾ ഞങ്ങൾ തീരുമാനമെടുത്തിരിക്കുന്നു. പൂരം ഒരാനപ്പുറത്ത് നടത്തുവാനുള്ള തീരുമാനം പാറമേക്കാവ് തിരുവമ്പാടി ദേവസ്വങ്ങൾ എടുത്തിരിക്കുന്നു. ഇക്കുറി തൃശൂർ പൂരമില്ല. ആനകളുടെ എഴുന്നള്ളിപ്പും കുടമാറ്റവും വെടിക്കെട്ടും ഉണ്ടാകില്ല. ഒരു ആനപ്പുറത്ത് തിടമ്പേറ്റി ചടങ്ങ് മാത്രമായി ചുരുങ്ങും തൃശൂർ പൂരം. പരവൂർ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ രാത്രി വെടിക്കെട്ടിന് ഏർപ്പെടുത്തിയ നിരോധനത്തെ തുടർന്ന് കടുത്ത നിയന്ത്രണങ്ങളാണ് ജില്ലാ ഭരണകൂടം പൂരം സംഘാടകർക്ക് മേൽ ചാർത്തിയത്. ഇതിനു പിന്നാലെ പകൽ ആന എഴുന്നള്ളിപ്പിന് മുഖ്യ വനപാലകന്റെ നിയന്ത്രണവും വന്നു. കാലത്ത് 10 മണി മുതൽ 5 മണി വരെ ആന എഴുന്നള്ളിപ്പ് പാടില്ല. ആനകൾ തമ്മിലുള്ള അകലം 3 മീറ്റർ വേണം. ഒരാനയെ 3 മണിക്കൂറിൽ കൂടുതൽ തുടർച്ചയായി എഴുന്നള്ളിക്കരുത്. ഇങ്ങനെ നീളുന്നു നിയന്ത്രണങ്ങൾ. ഇതോടെയാണ് പൂരത്തിന്റെ പൊലിമ അവസാനിപ്പിക്കുവാനുള്ള കടുത്ത തീരുമാനമെടുക്കാൻ പാറമേക്കാവ് തിരുവമ്പാടി ദേവസ്വങ്ങളെ പ്രേരിപ്പിച്ചത്. നമ്മുടെ ഉത്സവങ്ങളിലെ ഏറ്റവും വലിയ തൃശ്ശൂർ പൂരമാണ്. അപ്പോൾ തൃശ്ശൂർ പൂരന്റെ കടക്കൽ കത്തിവെച്ചാൽ മറ്റെല്ലാം ഇല്ലാതായിക്കൊള്ളും എന്നാണ് അവരുടെ വിശ്വാസം. പക്ഷേ അത് ആചാരങ്ങൾ തെറ്റിക്കാൻ ഞങ്ങൾക്ക് പറ്റില്ല. ആ പൂരം യഥാസമയത്ത് നടക്കും. രാവിലെ 7:30 മണിക്ക് തിരുവമ്പാടിയിൽ നിന്നുള്ള പുറപ്പാടും, അതുപോലെ തന്നെ പാറമേക്കാവിൻ്റെ 12 മണിയുടെ പുറപ്പാടും 11 മണിയുടെ മഠത്തിൽ വരവൊക്കെ ഒരാനപ്പുറത്ത് മറ്റ് ആഘോഷങ്ങൾ കുറച്ചുകൊണ്ട് നടക്കും. അതിൻ്റെ പേരിൽ എന്തെങ്കിലും കേസോ അതുപോലെ മറ്റു നിയമ നടപടികളോ ഉണ്ടാകുന്ന പക്ഷം അതിനെ ധീരമായി നേരിടുവാൻ ഇവിടെ വലിയൊരു യോഗമായിരുന്നു ഇവിടെ കൂടിയത്. ആ യോഗം തീരുമാനിച്ചു. ദുരന്ത നിവാരണ വകുപ്പിന്റെ പേരിൽ ജില്ലാ കളക്ടർ നൽകിയ ഉത്തരവിൽ വെടിക്കെട്ട് പുരയുടെ താക്കോൽ തഹസിൽദാർക്ക് കൈമാറണമെന്ന നിർദ്ദേശത്തിനെതിരെയും ദേവസ്വം ഭാരവാഹികൾ രൂക്ഷമായ ഭാഷയിലാണ് വിമർശിച്ചത്. തങ്ങളുടെ അമർഷം യോഗശേഷം മുഖ്യമന്ത്രിയെ ഫോണിൽ വിളിച്ചും ഭാരവാഹികൾ അറിയിച്ചു. ഇതുവരെ ഒരു കളക്ടറും ചെയ്തിട്ടില്ല സർ. സുർജിത് അയ്യപ്പത്ത്, റിപ്പോർട്ടർ, തൃശൂർ.